വെൽക്കം ടു ലെജാൻസ്. നമ്മുടെ ബോട്ടത്തിൽ വേറൊരു ടൈപ്പും കൂടെ ഞാൻ നേരത്തെ സിഗർ ബോട്ടം കാണിച്ചായിരുന്നു. അപ്പോൾ അതിൽ തന്നെ സിൽക്ക് ബോട്ടം ആയിട്ട് വരുന്നൊരു ഐറ്റം കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഷോപ്പിലൊക്കെ നല്ലതായിട്ട് മൂവിങ് ഉള്ളൊരു ഐറ്റമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിലൂടെ കാണിച്ചേക്കാമെന്ന് വെച്ചു. നല്ല ബ്ലാക്ക് കളറാട്ടോ. ഇതിൽ കുറച്ച് കളർ വ്യത്യാസമുണ്ടോ? നല്ല ബ്ലാക്ക് ആട്ടോ. നല്ല ഫാബ്രിക്കാണ്, ഭയങ്കര സിൽക്ക് ഒരു മെറ്റീരിയലാണ്. നമുക്കൊരു ഒത്തിരി അങ്ങ് ലൂസ് ബോട്ടം അല്ല, ഇത്രയേ വരുള്ളൂ. ഈ ഒരു വിധത്തിലാണ് ഇതിൻ്റെ താഴത്തെ ഇത് പോയേക്കുന്നത്. മെറ്റീരിയൽ നിങ്ങൾ നേരിട്ടത് കാണുകയും അത് ടച്ച് ചെയ്യുകയും ചെയ്താലേ അതിൻ്റെ ഫീലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇടാൻ ഭയങ്കര സുഖമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, നല്ല മൂവിങ് ഉള്ളൊരു ഐറ്റമാണ്. ജസ്റ്റ് ഞാൻ ബ്ലാക്കും വൈറ്റും മാത്രം ഇതിലൊന്ന് കാണിച്ചേക്കാമെന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വേറെ കളേഴ്സും കൂടെ നമുക്ക് കൊണ്ടുവരാവേ. അപ്പോൾ ഇതാണ് ബോട്ടത്തിൻ്റെ വേസ്റ്റ് പോർഷൻ വരുന്നത്. ഹാഫിൽ നമുക്ക് എലാസ്റ്റിക് വരും, ഹാഫിൽ ഇങ്ങനെ പടി പോലത്തെ ഡിസൈൻ. ഇടാൻ നല്ല രസമാണ്. ഇങ്ങനത്തെ ചക്കരം സിഗർ ബോട്ടം അല്ലാതെ നോക്കുന്നവർക്ക് നല്ലതാണ് കേട്ടോ. ഒത്തിരി അങ്ങ് ടൈറ്റായിട്ടിരിക്കുന്ന ഇഷ്ടമില്ലാത്തവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം. മെറ്റീരിയൽ ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സൈസസ് ഉണ്ട്, ഞാൻ കൊടുത്തേക്കാവേ. അപ്പോൾ തിരിച്ച് കൊടുത്തേക്കാം. നിങ്ങൾക്ക് നോർമൽ തന്നെ എടുത്താൽ പറ്റും. നിങ്ങൾ സാറിന് ഏതാണ് എഴുതുന്നത് ആ ഒരു സൈസ് തന്നെ എടുത്താൽ മതി. ബോട്ടം ഏകദേശം സൈസ് എല്ലാവർക്കും തന്നെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ചെറിയ വേരിയേഷൻ വന്നാലും വലിയ പ്രശ്നമില്ല ബോട്ടത്തിൽ. ഇത് വലിയ ഇവിടെ കൊണ്ടൊക്കെ കറക്റ്റ് ഫിറ്റിങ്സാണ് കേട്ടോ. ഇതിൻ്റെ നമ്പർ V472. ഇതിൻ്റെ പ്രൈസ് 520 ആണേ. ഞാൻ ഒന്ന് ഇങ്ങനെ കൂടെ വെച്ച് കാണിക്കാം. ലെങ്ത് അത്യാവശ്യമുള്ള ഐറ്റം കേട്ടോ. ഇത്രയാണ് റേറ്റ് കണ്ടല്ലോ. അപ്പോൾ ഇനി വൈറ്റ് കൂടെ ഞാൻ കാണിക്കുന്നുള്ളൂ, അതുകൂടെ കാണിക്കാവേ. അടുത്ത് വൈറ്റാണ് കേട്ടോ. ഒരു മിൽക്കി വൈറ്റ്, ഭയങ്കര ഉജാലമുക്കി വൈറ്റില്ല, നോർമൽ മിൽക്കി വൈറ്റ് ആണ്. അപ്പോൾ ഇതും സെയിം ഫാബ്രിക്കാണ് കേട്ടോ. ഇതുപോലെയാണ് മെറ്റീരിയൽ വരുന്നത്. ഒരു സിൽക്ക് ഫാബ്രിക് തന്നെയാണ്. ഏകദേശം ഒരു 38 ആട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. വിട്ട് കണ്ടല്ലോ, ഇത് താഴത്തെ ഒരു ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ചെറിയൊരു ഓപ്പണും കൊടുത്തിട്ടുണ്ടേ, ഇതുപോലെ കണ്ടല്ലോ. ഇതിൻ്റെ അകത്ത് കൂടുതൽ അങ്ങനെ പറയാൻ മാത്രം ഒന്നുമില്ല. സൈസ് നിങ്ങൾക്ക് ഏകദേശം വേണ്ട വെച്ച് അങ്ങ് എടുത്താൽ മതി. ഇതുപോലെ വരും. ഭയങ്കര ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല കേട്ടോ. നല്ല കൂളായിട്ട് ഇടാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. മുമ്പേ കാണിച്ച പോലെ തന്നെയാണ്. ഇതിൻ്റെ ഹാഫ് പോർഷനിൽ ഇങ്ങനെ പടി പോലെ ഇത് വരും. ബാക്കി മൊത്തത്തിൽ എലാസ്റ്റിക്കാണ് കൊടുത്തേക്കുന്നത്. കറക്റ്റ് ഫിറ്റിങ്സ് തന്നെ എടുത്താൽ മതിയേ. പിന്നെ ചെറിയ വേരിയേഷൻ വന്നിട്ട് ഇപ്പം ലാർജ് ഇല്ലെങ്കിൽ എക്സൽ എടുത്താലും വലിയ പ്രശ്നമില്ല. കാരണം ചെറിയ ചെറിയ വ്യത്യാസങ്ങളല്ലേ ഉള്ളൂ. നമ്മുടെ കുർത്ത പോലെ അങ്ങനെ വലിയ സൈസ് വേരിയേഷൻ ഭയങ്കരമായിട്ട് വരത്തില്ല. നമുക്കൊരു ഇതിൽ വരുമ്പോഴത്തേന് അല്ലെങ്കിൽ അങ്ങനെ വലിയ വേരിയേഷൻസ് ഇല്ലല്ലോ. ഈ ഒരു വേസ്റ്റ് പോർഷൻ കൊണ്ടൊക്കെ ഉള്ളൂ. അതെല്ലാം കുറച്ച് ലൂസ് ഇട്ട് തന്നെ എല്ലാത്തിനും ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് സൈസ് എടുത്താലും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ നമ്പർ V471. സെയിം പ്രൈസാണ് കേട്ടോ. 520 ആണ്. 520.